ആ പ്രിയപ്പെട്ടവരെ, ഇന്ന് 11/4/2026 നമ്മൾ രാമന്തളി കവ്വായിക്കായലിൻ്റെ ഭാഗമായ രാമന്തളി ഏറൻപുഴയിലാണ്. ഇന്ന് രണ്ട് വ്യത്യസ്തമായ, ഒരാൾ രാമന്തളിക്കാരൻ തന്നെയാണ്, ഒരാൾ സനൂപ് അല്ലേ. കൊച്ചിയിൽ നിന്ന് രാവിലെ ഇവിടെ എത്തിയതാണ്. എന്തായാലും ഒത്തിരി സന്തോഷം തോന്നുന്നു. കാരണം ഞാൻ കൊച്ചി ഉൾപ്പെടെയുള്ള, എനിക്ക് തോന്നുന്നു കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും 5 മണിക്കൂർ കൊണ്ട് ഗ്യാരൻറ്റിയോടുകൂടിയുള്ളൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലേക്ക് ഞാൻ ഇവിടെ നമ്മുടെ ഈ കായലിൽ, നമ്മുടെ നാട്ടിൽ തന്നെ ഈ കായലിൽ വെച്ചിട്ട് ഒരു 50 ഓഫർ കൊടുത്തിട്ട്, അവിടെ 7,500 രൂപ ചാർജ് ചെയ്യുന്ന ഒരു ദിവസത്തേക്ക് ചെയ്യുന്നത് ഐറ്റം ഇവിടെ 3,780 രൂപയ്ക്ക് കൂടെ ചെയ്യുന്ന പറഞ്ഞപ്പോൾ സനൂപ് പറഞ്ഞു എന്തായാലും അത് ഞാൻ ഇങ്ങോട്ട് വരുന്നു, അവിടെ ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇവിടെ മാത്രമേ കായലുള്ള പരിപാടിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നല്ല ഐഡിയ. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് എന്തായി, നമുക്ക് ഈ കായൽ കാണാൻ പറ്റി. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒന്ന് അനുഭവം ഒന്ന് ഷെയർ ചെയ്യാം. എന്താണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ അനുഭവം ഒന്ന് സനൂപ് എന്നിട്ട് നീന്തലിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാം. അനുഭവം ഒന്ന് ഷെയർ ചെയ്യും. എൻ്റെ പേര് സനൂപ് എന്നാണ്. ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം നോക്കിയിട്ടുണ്ടായിരുന്നു സാറിൻ്റെ എറണാകുളത്ത് ജോയിൻ ചെയ്യാനായിട്ട്. പക്ഷെ അതൊന്നും പറ്റിയില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എറണാകുളത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ എറണാകുളത്ത് ഇനിയിപ്പോൾ ക്ലാസ് ജൂണിലാണെന്ന് പറഞ്ഞു സാറ്. അപ്പോൾ പിന്നെ ഒന്നും വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടും ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരെ വരേണ്ട ചിലവ്, നമുക്കൊരു നീന്തൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാനല്ല നമ്മൾ നോക്കുള്ളൂ. ഇവിടെ വന്ന് 5 മണിക്കൂർ കൊണ്ട് ഗ്യാരൻ്റി ആയിട്ട് നമുക്ക് ചെയ്തു തരും എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ പിന്നെ വേറെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ വന്ന് ഇപ്പോൾ ഇത്രയും വലിയൊരു പുഴയുടെ നടുവിൽ, കായലിൻ്റെ നടുവിൽ നിൽക്കാനുള്ള ഭാഗ്യം കിട്ടി. ഇവിടെ പഠിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. എത്ര നേരം കൊണ്ട് പഠിച്ചു? ജസ്റ്റ് ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ഒരുവിധം കാര്യങ്ങൾ മൊത്തത്തിൽ പഠിച്ചു. എന്തായാലും സന്തോഷം. നമുക്കെന്താണ് പിന്നെ എങ്ങനെയാണെന്നുള്ളത് നീന്തി എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ സനൂപിൻ്റെ ചെറിയ സമയം കൊണ്ടുള്ള ഒരു പരിശീലനമായിരുന്നു. അപ്പോൾ സനൂപ്, നമ്മൾ ഇന്നിപ്പം തുടങ്ങി, നാളെയും കൂടി ഉണ്ട് ക്ലാസ്. നമ്മളിപ്പോൾ അങ്ങായിരുന്നു ഉണ്ടായത്. ആ കാണുന്ന ഒരു കല്ലുമ്മക്കായ് കൂട് കൃഷി നടക്കുന്ന സ്ഥലത്തായിരുന്നു. നമ്മളിപ്പോൾ നിർത്താൻ പോകുന്നത് കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഒരു 15-18 മീറ്ററോളം, ഞാൻ 15 മീറ്റർ നീന്തിക്കുമെന്നാണ് പറഞ്ഞത് ബേസിക് പഠനം എന്നുള്ളത്. എനിക്കൊന്ന് 10-18 മീറ്ററോളം നീന്തി. എന്നിട്ടൊരു സ്പെഷ്യൽ ഐറ്റം നമ്മളിന്ന് തുടങ്ങി വെച്ചു. അതൊരു ഗിഫ്റ്റായിട്ട് ചെയ്യുന്നതാണ്. മറ്റ് ജില്ലകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റായിട്ട്, ഇപ്പം ഇവിടെ നിന്ന് ഞാൻ കൊച്ചി വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ എത്തുന്നവർക്ക് 1 ഡേ പ്രോഗ്രാമിൽ 1 മണിക്കൂർ കൊണ്ട് പഠിക്കുന്നവർക്ക് കൊടുക്കുന്നൊരു ഗിഫ്റ്റുണ്ട്. 1 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ചെയ്യുന്ന നമ്മുടെ സ്പെഷ്യൽ ഐറ്റമാണ്. അത് ഞാനിവിടെ സനൂപിന് അത് തുടക്കം കുറിച്ച് വെച്ചിട്ടുണ്ട്, തുടങ്ങി വെച്ചു. നമുക്കിപ്പോൾ നാളെ സമയമുണ്ട്. നമ്മളിന്ന് വണ്ടി വരാൻ വൈകിയത് കൊണ്ട് നമ്മളും തുടങ്ങിയപ്പോൾ ഒരു 7:15 കഴിഞ്ഞു. നാളെ നമുക്ക് രാവിലെ 6, 6:10, 6:15 കൂടി തന്നെ അങ്ങ് തുടങ്ങാം. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ ഫ്ലോട്ടിംഗ് പഠനമെന്ന് പറയുന്നതിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ അത് കിട്ടും. ഒരു മണിക്കൂർ നോൺ സ്റ്റോപ്പ്. അത് ചെയ്തവരെ മാത്രമാണ് നമ്മൾ ഈ കായൽ ക്രോസിനും റിവർ ക്രോസിനും അതോടൊപ്പം കടലിൽ 1 കിലോമീറ്ററൊക്കെ ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നത്. അത് ചെയ്ത് അത് ചെയ്ത് പൂർത്തീകരിച്ചവർക്ക് മാത്രമേ അത് പറ്റൂ. അപ്പോൾ എന്തായാലും നമുക്കത് നോക്കാം. ഒത്തിരി സന്തോഷം. ഒന്ന് ബാക്ക് ഫ്ലോട്ടും കൂടി കിടക്കാം. അപ്പോൾ സനൂപ് കൊച്ചിയിൽ നിന്ന് വന്ന് നമ്മുടെ കായലിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ഒരു സൗകര്യം അനുഭവിച്ചിരിക്കുകയാണ്. കുറച്ചുകൂടി ചിൻ ബാക്ക് കൊടുത്തേ, ചിൻ ബാക്ക്. ഇതെങ്ങനെയുണ്ട് അനുഭവം? നല്ലൊരു റിലാക്സ് ആയിട്ട് തോന്നുന്നുണ്ട്. കായലിൻ്റെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. കായലിൻ്റെ നടുക്ക് വന്ന് ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണല്ലേ. അത് നോക്കിയേ, കാൽപാത ഉൾപ്പെടെ വെള്ളത്തിന് മേളിലാണുള്ളത്. അത് ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് വലിയ സൗകര്യമാണ്. ഈ കായൽ നമ്മൾ സ്വിമ്മിങ് പൂളിലെ പോലെയല്ല, അതിനേക്കാൾ കുറച്ചും കൂടി നമുക്ക് ഈസിയാണ്. കായലിലാകുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും, പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടും. ഇതേപോലെ പൊങ്ങിക്കിടക്കാൻ നമുക്ക് കുറച്ചും കൂടി ആയാസരഹിതമായി കൂടുതൽ പഠിക്കാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് ഈ കായലിൽ. ഇതിന് എത്രത്തോളം ഇത് സുരക്ഷിതമായ ഒരു കായലാണ്. ഈ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ആ കരയ്ക്ക് നിന്ന് അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 300 മീറ്ററോളം ആഴം കുറഞ്ഞ ഭാഗമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ വന്നിട്ട് നന്നായിട്ട് നീന്താൻ പഠിപ്പിക്കേണ്ടുന്നവർക്ക് പഠിപ്പിക്കാനും ഒക്കെ പറ്റുന്ന, സുരക്ഷിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. വലിയ തോതിൽ ഉപയോഗപ്പെടുത്താം. ടൂറിസം രംഗത്തൊക്കെ വലിയ സാധ്യതയാണ്. ആളുകൾക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പം വന്നിരിക്കുന്ന 2 പേരും ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കായലിൽ വന്നു. എനിക്ക് തോന്നുന്നു നേവൽ അക്കാഡമിയുടെ
ആ ഏഴിമലയെല്ലാം കണ്ട് ആസ്വദിച്ച് അവിടുത്തെയുള്ള ബിൽഡിങ്ങുകളെല്ലാം കാണാമായിരുന്നു. തൊട്ടപ്പുറം ഏഴിമലയാണ്, കുറച്ചും കൂടി ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊക്കെ കാണാം. അപ്പം കുറച്ച് സമയമായി നമ്മളുടെ സനൂപ് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ.